അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, ജസ്ന സ്പൈസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ടിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് വറുത്തരച്ച വഴുതനങ്ങ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 4 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ഇട്ട് ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് 1 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ശേഷം നന്നായി അരച്ചെടുക്കാം. അടുത്തത് ഒരു ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടായ അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് നന്നായി പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് 1 സവാള കട്ട് ചെയ്തത് ഇടാം. അടുത്ത വേണ്ടത് പകുതി തക്കാളി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾ കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 2 വഴുതനങ്ങ കൂടെ കട്ട് ചെയ്ത് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അധികം ഉടഞ്ഞു പോകാൻ പാടില്ല. അതിലേക്ക് കുറച്ച് ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ കൂടെ ചേർക്കാം. തേങ്ങ നന്നായി അരഞ്ഞു വരണം. തേങ്ങേൻ്റെ അരപ്പ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി തിളക്കുമ്പോൾ നമുക്കത് വറവിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം പാൻ വെച്ച് അതിലേക്ക് കടുകിട്ട് ചെറിയ ഉള്ളി ഇട്ട് നന്നായി മൂപ്പിച്ച് അതിലേക്ക് കറിവേപ്പില വറ്റൽമുളക് ഇട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്ത് നമുക്ക് ചീരേൻ്റെ ഉപ്പേരി തയ്യാറാക്കിയെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് ചീര കട്ട് ചെയ്തതും കൂടെ ഇട്ട് ഒന്ന് നന്നായി വാട്ടിയെടുക്കണം. അതിലേക്ക് ചമ്മന്തി തയ്യാറാക്കാം. 1 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 1 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് തേങ്ങ കൂടെ എടുത്ത് ഒന്ന് ചമ്മന്തിയാക്കി എടുക്കണം. നമുക്ക് ചീരയിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് സൈഡിലേക്കൊന്ന് മാറ്റാം. ഇപ്പോൾ നന്നായി റെഡി വന്നിട്ടുണ്ട്. അടുത്ത നമുക്ക് ബീൻസിൻ്റെ ഉപ്പേരി തയ്യാറാക്കിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. സവാള കൂടെ പകുതി കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബീൻസും കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ബീൻസിൻ്റെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്യാം. ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫിഷ് നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ആവോലിയാണ് എടുത്തിട്ടുള്ളത്. ശേഷം 1 അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം.
അതിനുശേഷം ഒരു പാൻ വെച്ച് നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം മേലെ. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ അധികം ഓയിൽ ഒഴിച്ച് കൊടുക്കാതെ ഫ്രൈ ചെയ്തെടുക്കാം. അധികം വെളിച്ചെണ്ണ ഒഴിക്കാതെ ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അടുത്ത നമുക്ക് കുറച്ച് തേങ്ങ വേണം. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഓംലേറ്റിന് വേണ്ടിയിട്ടാണ്. അടുത്ത 2 മുട്ട നന്നായി അടിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് പകുതി സവാള കട്ട് ചെയ്തത്, 2 പച്ചമുളക് കട്ട് ചെയ്തത്, പകുതി തക്കാളി വേണം, കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ പൊടിച്ചു വെച്ച തേങ്ങയുടെ മിക്സ് ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഓംലേറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ മേലെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓംലേറ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു ചമ്മന്തി റെഡിയാക്കി എടുക്കും. അതിന് വേണ്ടി കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. വാളൻ പുളി, വറ്റൽമുളക്, ചെറിയ പീസ് ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. അതിന് ശേഷം ഒരു പ്ലേറ്റിലിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കറിയും ഉപ്പേരികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീര ഉപ്പേരി റെഡി ഉണ്ടായിട്ടുണ്ട്. ചമ്മന്തി റെഡി, ബീൻസിൻ്റെ ഉപ്പേരി, ഓംലെറ്റ്, ഫിഷ് ഫ്രൈ, വഴുതനങ്ങ കറി, ഇതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് അവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ലെയറിൽ. അതിൻ്റെ മേലെ കുറച്ച് കറി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച പുളി, ബീൻസിൻ്റെ ഉപ്പേരി, ചീര ഉപ്പേരി, ഫിഷ് ഫ്രൈ, ഓംലെറ്റ്, കുറച്ച് നാരങ്ങ അച്ചാറും കൂടെ വെച്ച് കൊടുക്കാം. നാരങ്ങ ഉപ്പിലിട്ടതാണ്. അങ്ങനെ നമ്മുടെ ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിച്ചോറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.